നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് അതിവേഗമാണ് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീതി വേണ്ട, ജാഗ്രത മതി എന്ന സന്ദേശം നമുക്ക് എല്ലാവരിലും എത്തിക്കാം. കൊറോണ ലോകത്തെ വരഞ്ഞു മുറുക്കുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ഇപ്പോഴത്തെ കൊറോണ ഭീതി മൂലം ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. മാറ്റങ്ങൾ ഇങ്ങനെ: COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ പ്രവർത്തനം പരിമിതപ്പെടുത്തുകയുണ്ടായി. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ കോൺസുലേറ്റിനെ നേരിട്ട് സമീപിക്കേണ്ടതുള്ളൂ എന്നും അധികൃതർ പ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തു. പൊതുജനത്തിന്റെയും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായി ഞായറാഴ്ച മുതൽ, അതായത് 22 മുതൽ 2 ആഴ്ചത്തേക്ക് പ്രവർത്തനം പരിമിതപ്പെടുത്തുകയാണെന്ന് അറിയിക്കുകയുണ്ടായി. പാസ്പോർട്ട് സേവനം, അതായത് കാലാവധി കഴിഞ്ഞതും ജൂൺ 30-ന് മുമ്പ് കാലാവധി തീരുന്നതുമായ പാസ്പോർട്ടുകൾ മാത്രമേ ഈ കാലയളവിൽ പുതുക്കി നൽകുകയുള്ളൂ. ജൂൺ 30-ന് മുമ്പ് കാലാവധി തീരുന്ന പാസ്പോർട്ടുകൾ സംബന്ധിച്ച കേസുകൾ മാത്രമേ പരിഗണിക്കുകയും ചെയ്യുകയുള്ളൂ. ഇന്ത്യൻ പൗരത്വത്തിന് വിദേശ പൗരന്മാരുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കില്ല. വിവിധ സർട്ടിഫിക്കറ്റുകൾ സംബന്ധമായ നടപടികൾ ഉണ്ടായിരിക്കുകയുമില്ല. അപേക്ഷകന് മാത്രമേ പാസ്പോർട്ട് കേന്ദ്രമായ BLS-ലും കോൺസുലേറ്റിലും പ്രവേശനം അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ. കുട്ടികളെയല്ലാതെ മറ്റാരെയും കൂടെ അനുവദിക്കില്ല. ഒപ്പം അറ്റസ്റ്റേഷൻ സേവനങ്ങളും നിർത്തലാക്കിയിരിക്കുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ, ഉമ്മുഖുവൈനിൽ ഇന്ത്യൻ അസോസിയേഷൻ, IRC റാസൽ കൈമ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഫുജൈറ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കൽബ, ഖോർഫഖാൻ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് എന്നിവിടങ്ങളിലെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ 2 ആഴ്ചത്തേക്ക് നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ എമിറേറ്റുകളിലെ ഏതെങ്കിലും ഇന്ത്യക്കാരന് അടിയന്തര അറ്റസ്റ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ ദുബായിലെ IVS സെന്ററിൽ നേരിട്ടെത്തുക തന്നെ ചെയ്യണം. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇവിടെ സേവനം ലഭ്യമാകൂ എന്നതിനാൽ വളരെ അടിയന്തരമായവരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുമുള്ളൂ. ലേബർ കോൺസുലർ സേവനങ്ങൾ: ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നേരിട്ടുള്ള തൊഴിൽ കോൺസുലർ സേവനങ്ങൾ ഉണ്ടായിരിക്കില്ല. ആവശ്യക്കാർ cons1.dubai@mea.gov.in അല്ലെങ്കിൽ cons3dubai@mea.gov.in അല്ലെങ്കിൽ conssec.dubai@mea.gov.in എന്നീ ഇമെയിലിലൂടെ ബന്ധപ്പെടണം. ഇമെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നേരിട്ട് വന്നേ തീരൂ എന്നുള്ളവർ സുരക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ കോൺസുലേറ്റ് അങ്കണത്തിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. വളരെ സങ്കടകരമായ അവസ്ഥയിലുള്ളവർക്കും കോൺസുലർ സേവനം അടിയന്തരമായി ആവശ്യമുള്ളവർക്കും, അതായത് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, അപകടം എന്നീ കാരണങ്ങൾക്കും മാത്രമേ കോൺസുലേറ്റിൽ പ്രവേശനം ഇപ്പോൾ അനുവദിച്ചു വരികയുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.